ഹലോ ഗൈസ്, താങ്ക്സ് ഫോർ ചെക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഷെഫ് സ്പെഷ്യൽ പൊട്ടറ്റോ മസാലയുടെ റെസിപ്പിയാണ്. പൊട്ടറ്റോയുടെ പല റെസിപ്പികളും നമുക്ക് അറിയാവുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലത്തെ ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കം തുടങ്ങി അവസാനം വരെ ഫുള്ള് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊട്ടറ്റോ മസാല ഉണ്ടാക്കുവാനായിട്ട് ആദ്യമായി തന്നെ സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെക്കാം. പാൻ ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാനിത് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും ബെസ്റ്റ് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാനും പറ്റുന്നതാണ്. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 കറിവേപ്പില, പെരിഞ്ചീരകം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക്ക്, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത 3 ഒനിയൻ ഇട്ടതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഒനിയൻ നന്നായിട്ട് കുക്കാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ഒനിയൻ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. കുക്കായ ഒനിയൻ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിത് ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സ്പൈസസ് നന്നായി റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മളുടെ ഒനിയനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്പൈസസും ഒനിയനും നന്നായി മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് പുളി ഒട്ടും തന്നെ ഇല്ലാത്ത 1/2 കപ്പ് യോഗർട്ട് ഇടാം. അതിന് കൂടെ തന്നെ മിക്സിയിൽ അടിച്ചെടുത്ത് 2 ടൊമാറ്റോയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് സ്റ്റവിൻ്റെ ഫ്ലെയിം നമുക്കൊരു മീഡിയത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം ടൊമാറ്റോ നന്നായിട്ട് കുക്കാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പൊട്ടറ്റോ ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പൊട്ടറ്റോ പീൽ ചെയ്തതിന് ശേഷം ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രൗണിഷ് കളറിലേക്ക് പോകും. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതുമാതിരി കേസ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോസ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കിത് ടേസ്റ്റ് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുത്തായി നമ്മളിവിടെ കുക്ക് ചെയ്ത് റെഡിയാക്കി നമ്മളുടെ പൊട്ടറ്റോ നമുക്ക് ഇതിലേക്ക് ഇട്ട് നമുക്കിന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിന്ന് എടുത്തിരിക്കുന്നത് 1/2 കിലോ പൊട്ടറ്റോ ആണ്. ഞാനിത് സ്ക്വയറായി കട്ട് ചെയ്യുന്നതിന് പകരം വെഡ്ജസ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ പൊട്ടറ്റോ കുക്ക് ചെയ്തപ്പം അതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ടാണ് നമ്മൾ കുക്ക് ചെയ്തത്. കുക്ക് ചെയ്ത പൊട്ടറ്റോ നമുക്ക് നമ്മുടെ സോസിലേക്ക് ഇടാം. സോസിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ പൊട്ടറ്റോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഷെഫ് സ്പെഷ്യൽ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മുടെ പൊട്ടറ്റോ മസാല നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല സ്പൈസസ് ഉണ്ട്. നമുക്കിത് പൊറോട്ടയുടെ അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ അല്ലെങ്കിൽ ചോറിലൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയാണിത്. പൊട്ടറ്റോ ഡിഷുകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. അതുമാതിരി വീഡിയോക്ക് ഒരു ലൈക്സ് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈസി വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.